നിങ്ങൾക്ക് നിങ്ങളുടെ മകളുടെ ഭാവിയാണ് വലുതെങ്കിൽ എനിക്ക് എന്റെ മകന്റെ ഭാവിയാ വലുത്. ഞാനും ചിലതൊക്കെ തീരുമാനിച്ചു മുന്നോട്ട് പോകാൻ തന്നെ ഇരിക്കുന്നത്. അതറിഞ്ഞു കഴിയുമ്പോഴേ ഓടിപ്പാഞ്ഞു വന്നേക്കരുത്. സത്യമേ, ഞാൻ പറഞ്ഞില്ലേ, കാര്യങ്ങൾ എന്താണ് നടന്നതെന്ന് ഇവിടെ വെച്ച് പറയാൻ പറ്റാത്ത അവസ്ഥ ആയി പോയതുകൊണ്ടാ. അത് പക്ഷെ ബോധ്യപ്പെടുത്തി തരാൻ എനിക്ക് സാധിക്കുന്നുമില്ല. പക്ഷെ എനിക്ക് നന്നായി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി തരാൻ സാധിക്കും. പോകുന്നതിന് മുൻപേ മരുമകന്റെ ആയുരാരോഗ്യ സൗഖ്യത്തിന് ഒരു പ്രത്യേക പൂജയും കഴിപ്പിച്ചിട്ട് പോണേ. ഒരുപാട് കാലം നിങ്ങളുടെ മകളും മരുമകനും ഒരുമിച്ച് കഴിയേണ്ടതല്ലേ? ശാരദ അമ്മേ, ഇനി എന്ത് ചിന്തിക്കുക? സത്യാമ്മയൊക്കെ പോയി. നമുക്ക് വഴിപാട് മുഴുവനാക്കണ്ടേ? ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. എനിക്കെന്റെ അച്ഛനെന്റെ അടുത്ത് വരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അച്ഛൻ വന്നു. അതാ ഈ വഴിപാട് നടത്തുന്നത്. വിഷ്ണുട്ടാ, എനിക്കൊന്ന് സംസാരിക്കണം. വിഷ്ണുട്ടൻ കേൾക്കണം. സംഭവിച്ചത് എന്താണെന്ന് വിഷ്ണുട്ടൻ അറിയണം. എനിക്കൊന്നും കേൾക്കണ്ട. ഇപ്പൊ സംഭവിച്ചതിനേക്കാൾ പ്രധാനമായിട്ട് എനിക്കിപ്പോ വേറെ ഒന്നുമില്ല. എല്ലാം ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടാണല്ലോ. വിഷ്ണുട്ടാ, കയറി വാ. എന്താ പറയേണ്ടത് പറഞ്ഞേ? അത് പറയാം. പക്ഷേ അതിനു മുമ്പ് എനിക്കൊരു കാര്യം അറിയണം. എന്നോട് എന്തിനാ ഇത്ര ദേഷ്യം കാണിക്കുന്നത്? ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തു എന്ന് കരുതുന്നുണ്ടോ? ചെയ്തില്ലെന്ന് ഞാൻ എന്റേതെന്ന് മാത്രം വിശ്വസിച്ചിരുന്ന ആളാ താൻ. തന്നിൽ എനിക്ക് മാത്രം അവകാശമുള്ളൂ എന്ന് വിശ്വസിച്ച് അത് അഹങ്കാരമായിട്ട് കൊണ്ടുവരുന്നതാണ് ഞാൻ. എന്നെയാ നീ ചതിച്ച. സത്യം എന്താന്നറിയാൻ ഞാൻ പലവട്ടം ചോദിച്ചതാ. താൻ ഇന്നുവരെ പറഞ്ഞോ? സത്യക്ക് പിന്നിലെ രഹസ്യം എന്താന്ന് എന്റെ അമ്മയും ഞാനും മാറി മാറി ചോദിച്ചു. അപ്പോഴും മൗനം തന്നെയാ നിങ്ങൾ എല്ലാവരുടെയും മറുപടി. എന്തൊക്കെയോ നിങ്ങൾ ഒളിക്കുന്നുണ്ടെന്ന് അന്ന് എനിക്കറിയായിരുന്നു. അതൊന്നും നിങ്ങളുടെ നാവുകൊണ്ട് നിങ്ങൾ ആരും പറയില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. ഇതുവരെ ഞാനും എന്റെ അമ്മയും ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരവാണോ ഇപ്പൊ സത്യ അച്ഛന്റെ രൂപത്തിൽ വന്നിരിക്കണേ? എനിക്കറിയണം അതാരെന്ന്. പറ, നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താന്ന് എനിക്കറിയണം. പറ, സത്യയുടെ ഒപ്പം വന്ന ആരാ? അറിഞ്ഞു കഴിയുമ്പോ എന്നോട് കാണിച്ച ഈ വെറുപ്പിനും
അകൽച്ചയ്ക്കും എന്നെ പഴിച്ച വാക്കുകൾക്കും പകരമായി വിഷ്ണുട്ടൻ എന്താ പറയാൻ പോന്ന്? ഒരു സോറിയിൽ ഒതുക്കാൻ പറ്റുന്ന വേദനയല്ല എനിക്ക് നിങ്ങൾ രണ്ടുപേരും, പ്രത്യേകിച്ച് വിഷ്ണുട്ടൻ തന്നിരിക്കുന്നത്. ഹലോ ഹലോ ഹലോ, മതി, നിർത്ത്. കാര്യങ്ങൾ എന്താന്ന് ആദ്യം അറിയട്ടെ, എന്നിട്ടല്ലേ പരിഹാരം എന്താന്ന് തീരുമാനിക്കുക. ആദ്യം തനിക്ക് പറയാനുള്ള എന്താന്ന് വെച്ചാ പറ. അതറിയുമ്പോ ഈ കാണിക്കുന്ന ദേഷ്യമുണ്ടല്ലോ, അതൊക്കെ തിരിച്ചെടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ഈ ക്ഷമയെ പരീക്ഷിക്കുക എന്നുള്ളത് നിങ്ങളുടെ സ്ത്രീവർഗത്തിന്റെ ഒരു ശാപമാണ്. പറയുന്നുണ്ടെങ്കിൽ പറ, എനിക്ക് വേറെ പണിയൊരു ശാലി. വിഷ്ണുട്ട, അന്ന് സത്യയോടൊപ്പം വന്ന അക്ഷയ് ഹായ് ബിഗ് ഫ്രണ്ട്, എപ്പോ വന്നു? ഇപ്പൊ എത്തിയുള്ളൂ മോളെ. മോളെ എവിടെ പോയിരുന്നു? ക്ഷേത്രത്തിൽ പോയതാ. സത്യമോക്ക് മുട്ടുകാൽ പ്രദക്ഷിണം ഉണ്ടായിരുന്നു. അതെന്താ ഇപ്പൊ അങ്ങനെ ഒരു വഴിപാട്? അച്ഛൻ വരാൻ വേണ്ടി ഞാൻ നേർന്നതാ. അതുകൊണ്ടാ ഇത്രയും നാളും വരായിരുന്നു എന്റെ അച്ഛൻ വന്നത്. അപ്പ പിന്നെ വഴിപാട് പോയി നടത്തണ്ടേ. അത് മാത്രമല്ല, എന്നോട് ഭയങ്കര സ്നേഹമാണ് എന്റെ അച്ഛന്. വന്നു കഴിഞ്ഞ എവിടെ കൊണ്ടുപോകാൻ പറഞ്ഞാലും കൊണ്ടുപോകും, എന്ത് വാങ്ങിച്ചു തരാൻ പറഞ്ഞാലും വാങ്ങിച്ചു തരും. നല്ല സ്നേഹമുള്ള അച്ഛനാ എന്റേത്. നല്ല സുന്ദരൻ അച്ഛൻ. ആ പിന്നെ ഇല്ലേ ബിഗ് ഫ്രണ്ട്, എന്റെ അച്ഛൻ. അമ്മ മോളെ അകത്തേക്ക് കൊണ്ടുപോ. മോളിങ്ങി വാ. മോള് വിഷ്ണുവിനോടൊന്നും പറഞ്ഞില്ലേ? അമ്മ മോളെ ഒന്ന് അകത്തേക്ക് കൊണ്ടുപോ. മോളെ വാ, നമുക്ക് അകത്തേക്ക് പോവാം. നമുക്കേ എന്തെങ്കിലും കഴിക്കാം, വാ. ബിഗ് ഫ്രണ്ടേ വാ, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. വാ ബിഗ് ഫ്രണ്ടേ. മോളിപ്പോ ചെല്ലേ. അമ്മേ, സത്യമോളെ നീ വന്നേ. ശാരദമ്മ പറയട്ടെ, നീ വന്നേന്ന്. ശാരദാമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? അതൊക്കെ ഉണ്ട്, നീ വാ പറയട്ടെ. വിഷ്ണുട്ട, സത്യക്കൊപ്പം വന്ന അക്ഷയ്. വേണ്ട. എന്തിനാണ് വീണ്ടും വീണ്ടും പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ നിങ്ങൾ ദ്രോഹിക്കുന്നേ? അവളുടെ അച്ഛനെ പറ്റി പുകഴ്ത്തി പറഞ്ഞപ്പോഴേ എന്റെ മനസ്സ് നിറഞ്ഞു. വിഷ്ണുട്ട, അത് ഞാൻ പറയട്ടെ. സത്യയോട് കാണിക്കുന്ന പോലെ അവളുടെ അമ്മയോടും അവൻ കാണിക്കുന്നുണ്ടാവില്ലേ ഇഷ്ടം? ഇല്ലേ? ആ ഇഷ്ടക്കാരനായിരിക്കും എന്നോട് ഇപ്പൊ ഈ വെറുപ്പിന്റെ തുടക്കം അല്ലേ? വിഷ്ണുട്ട, ഞാൻ പറയുന്നതൊന്ന് കേക്ക്. അത് ഞാനാ. അതെ, ഇതെല്ലാം വരുത്തി വെച്ചത് താൻ തന്നെയാ. എന്നിട്ടോ കുറ്റപ്പെടുത്തൽ മൊത്തം എനിക്ക്. താൻ എന്നെ ചതിക്കല്ലായിരുന്നോ അല്ലേ? ഈ ഒരു അക്ഷയ് തന്റെ മനസ്സിലുണ്ടെന്നുള്ള ഒരു രൂപമെങ്കിലും എനിക്ക് തന്നിട്ടുണ്ടോ? വിഷ്ണുട്ട, അത് ഞാൻ പറയട്ടെ. നിങ്ങളുടെ സ്ത്രീകൾ ഇത്ര കള്ളികളാണല്ലേ? നിങ്ങളെ സംബന്ധിച്ച് ഒളിപ്പിക്കാവുന്ന രഹസ്യങ്ങൾ മൊത്തം നിങ്ങൾ ഒളിപ്പിക്കും. എന്നിട്ട് നിങ്ങളെ കൊന്നാലും നിങ്ങളുടെ നാവിന് ഉത്തരം പുറത്തു വരില്ല. എന്നിട്ട് മറ്റുള്ളവരുടെ രഹസ്യങ്ങളോ നിങ്ങളത് പാടി പറഞ്ഞ് നടക്കുകയും ചെയ്യും. അത് സ്ത്രീവർഗത്തിന് മാത്രം നൽകിയിട്ടുള്ള ഒരു വര. അതങ്ങനെയാ. അമ്മേ, നിങ്ങളെന്താ അവിടെ തന്നെ നിൽക്കുന്നേ? ഇങ്ങ് വന്നേ. ഇനി നമ്മളില്ല മോളെ. വിഷ്ണുട്ട, ഇത്രേ കഠിന ഹൃദയൊന്നും എനിക്കില്ല. ഇത്രയും താങ്ങാനുള്ള കരുത്തുമില്ല. ഞാൻ എല്ലാം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക. എനിക്ക് വയ്യ, അതുകൊണ്ടാ വയ്യ. എന്തൊക്കെയാ വിഷ്ണുട്ടെ പറയുന്ന? വിഷ്ണുട്ടൻ പറയുന്ന ഒന്ന് കേക്ക്. വിഷ്ണുട്ട, അമ്മ എന്താ അവിടെ? വിഷ്ണുട്ട,
സത്യേ, മോളെ സത്യേ. ദാ വരുന്നു. ഈ ശാരദാമ്മയെ കൊണ്ട് തോറ്റു. സത്യാമ്മേ, നമസ്കാരം. 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 സത്യാമ്മേ, ഇത് ഗോവിന്ദ സാറ്. നിർധനരായ കുട്ടികളുടെ ക്ഷേമത്തിന് വേണ്ടി ഒരു ട്രസ്റ്റ് തന്നെ ഇദ്ദേഹം രൂപീകരിച്ചിട്ടുണ്ട്. നമസ്കാരം. ഇത് സത്യാമ്മ. ഇവിടെ ഇടയ്ക്ക് നടത്തുന്ന സമൂഹ വിവാഹത്തിന്റെ സ്പോൺസറും രക്ഷാധികാരിയുമാണ്. ഇവിടെ ഇന്ന് 4 കല്യാണമാണ് നടക്കുന്നത്. 5 പവനും 50,000 രൂപയുമാണ് ഇതിനായി കല്യാണ പെൺകുട്ടികൾക്ക് നൽകുന്നത്. ആഭരണങ്ങൾ നൽകുന്നത് സത്യാമ്മയാണ്. കാണാൻ കഴിഞ്ഞതിലും പരിചയപ്പെടാൻ കഴിഞ്ഞതിലും വളരെ സന്തോഷം. നിങ്ങളെപ്പോലെ നല്ല മനസ്സുള്ളവർ കാരണം 4 പെൺകുട്ടികൾക്ക് ജീവിതം ഉണ്ടാവുകയാ. അതൊരു ചെറിയ കാര്യമല്ല. സ്വർണത്തിന്റെ വില നോക്കുമ്പോ സ്വന്തം അച്ഛൻ പോലും മക്കളെ കിടക്കാം അല്ലേ? ആ, കിടക്കാം. സത്യാമ്മ വരൂ. എന്നാ വരൂ. സത്യാമ്മ തന്നെ ഇവരെ അനുഗ്രഹിക്കണം. ദൈവസന്നിധിയിൽ മറ്റൊരു അനുഗ്രഹത്തിന്റെ ആവശ്യമില്ല. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. സത്യാമ്മ ഇവരെ അനുഗ്രഹിക്കണം. രാമേട്ടാ പോവാം. ആ മോളെ ഒന്ന് നിക്കേ. മോളെ നിക്കേ. ദാ ഇതോട് എന്റെ അമ്മ, എനിക്കിന്ന് ഓഫീസിൽ ഇരിക്കാൻ പറ്റാത്തത്രയും തിരക്കാ. അതുകൊണ്ടാ ഇന്ന് ഊണെടുക്കണ്ടെന്ന് പറഞ്ഞത്. എടി, പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചാൽ ശരിയാവൂല.
അതുകൊണ്ടല്ലേ ഞാൻ നിർബന്ധം പിടിക്കുന്നത്. ദാ ഈ അമ്മയുടെ ഒരു കാര്യം. രമേട്ട, ഇതൊന്ന് കാറിലേക്ക് വെച്ചേ. ദേ മുഴുവൻ കഴിച്ചേക്കണേ. ഞാൻ ഇന്ന് ഇതും കൊണ്ട് വെറുതെ നടക്കത്തേ ഉള്ളൂ. ഹാ എടി, കുറച്ച് സമയം തെറ്റിയാലും കുഴപ്പമില്ല, വിശ്വസിച്ച് കഴിക്കാമല്ലോ. എത്രയായി? 100. വാ മോളെ. എന്താ ശാന്തേച്ചി? എന്താ പറ്റിയേ? എന്താ? ഞാൻ വന്നത് ഇവളുടെ കാര്യം പറയാൻ വേണ്ടിയാ. ഇവളുടെ കല്യാണം ഇനി നടക്കില്ല. അയ്യോ, അതെങ്ങനെ? ഈ കുട്ടിയുടെ കല്യാണം ഉറപ്പിച്ച കാര്യമില്ലേ ശാന്ത എന്ന് പറഞ്ഞത്? അതെ ശാരദാമ്മേ, ഇവളുടെ കാര്യം തന്നെ അന്ന് ഞാൻ പറഞ്ഞത്. ശാരദാമ്മയ്ക്ക് അറിയാലോ, ഇവളുടെ അമ്മ ഒരു ഹാർട്ട് പേഷ്യന്റാ. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ നടത്തുന്നത് ഞങ്ങളൊക്കെ തന്നെയാ. വലിയ ആർഭാടങ്ങളൊന്നും ഇല്ലാതെ നടത്താനുള്ളതൊക്കെ ഒപ്പിച്ച് വെക്കുകയും ചെയ്തു. പക്ഷേ ആ ചെക്കൻ ഇവളെ ചതിച്ചു. അതെന്താ, അവൻ കല്യാണത്തിൽ നിന്ന് പിന്മാറിയോ? കല്യാണം നിശ്ചയിച്ച ദിവസം മുതൽ ഇവളെയും വിളിച്ചുകൊണ്ടുള്ള കറക്കോ. ഇഷ്ടക്കേട് തോന്നുന്നുണ്ടല്ലോ എന്ന് കരുതി മുഖം കറുത്ത് ഞങ്ങളൊന്നും പറഞ്ഞതുമില്ല. പക്ഷെ അവനൊരു കുഴപ്പക്കാരനായിരുന്നു മോളെ. ഇവളെ കൊണ്ട് നടന്ന് വലിയ മോഹങ്ങളൊക്കെ കൊടുത്ത് 1.5 പവന്റെ ഒരു കമ്മലുണ്ടായിരുന്നത് വാങ്ങിച്ചെടുത്തു. ഇപ്പൊ കേൾക്കുന്നു, ഇന്ന് നടക്കുന്ന സമൂഹ വിവാഹത്തിൽ 5 പവന്റെ സ്വർണവും 50,000 രൂപയും വാങ്ങിച്ചുകൊണ്ട് അവൻ മറ്റൊരു പെൺകുട്ടിയെ താലി കെട്ടാൻ പോകുന്നു. ആ കല്യാണം നടന്ന ഇവൾ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുക. 5 വയസ്സുള്ളപ്പോ അച്ഛൻ ഉപേക്ഷിച്ച് പോയതാ. ഇത്രയും വളർത്തി വലുതാക്കിയത് എന്റെ ചെറിയമ്മ തന്നെയാ. ഈ കഷ്ടപ്പാട് കൊണ്ട് തന്നെയാ ചെറിയമ്മ രോഗിയായതും. ഇവൾ എന്തെങ്കിലും കടുകൈ കാണിച്ചാൽ എന്ത് സമാധാനം ഉണ്ടാവുക? ഇതിനെന്തെങ്കിലും പരിഹാരം മോൾ എനിക്ക് ഉണ്ടാക്കി തരണം. രാമേട്ടാ, ബോർഡ് മീറ്റിംഗിന് ഒരു 1/2 മണിക്കൂർ ലേറ്റായി കുഴപ്പമുണ്ടോ? ഓട്ടത്തിൽ പിടിക്കാൻ പറ്റുമോ? മോൾ ഈ കാര്യം നടത്ത്. ഓട്ടത്തിൽ സമയത്തെ പിടിക്കുന്ന കാര്യം ഈ രാമേട്ടനെ ഏറ്റു. എന്നാ പിന്നെ വണ്ടി കയറി ശാന്തേച്ചി. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടേ ഇനി യാത്രയുള്ളൂ. കയറി വാ. എന്റെ കൃഷ്ണ, 100 കൂട്ടം പ്രശ്നത്തിലൂടെ എന്റെ മോള് പൊക്കോണ്ടിരിക്കുന്നത്. ഒപ്പം വേണ്ടപ്പെട്ടവരുടെ പ്രശ്നങ്ങളും. അവൾക്ക് കരുത്ത് കൊടുക്കണേ. ഒപ്പം എന്റെ മോളെ കാത്തോളേ. വാ മോളെ. എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാകണമെന്നും പവിത്രമായ ഈ ബന്ധം ജീവിതാവസാനം വരെ ഉണ്ടാകണമെന്നും മനമൊരുകി പ്രാർത്ഥിക്കുക. എന്നാ പിന്നെ ചടങ്ങിലേക്ക് കടക്കാം. എന്തു പറയുന്നു സത്യാമ്മേ? നമുക്കിനി ചടങ്ങിലേക്ക് കിടക്കാലോ. അങ്ങനെ ആവട്ടെ. എന്നാ പിന്നെ താലി വാങ്ങി വരന്മാരുടെ കയ്യിലേൽപ്പിക്കുന്ന ചടങ്ങാണ്. അതെല്ലാ പ്രാവശ്യത്തെയും പോലെ സത്യാമ്മ എന്നെ ഇപ്രാവശ്യവും ചെയ്യണം. ഇത് വധുവരന്മാരുടെ വീട്ടുകാരുടെ നിർബന്ധമാണ്. മംഗല്യത്താലി എടുത്തു കൊടുക്കുന്നതിലുണ്ട് ഒരന്തസ്. അതിവരുടെ തുടർ ജീവിതത്തിന് ഗുണകരമാകുകയുള്ളൂ. സത്യാമ്മ മുന്നിൽ നിന്ന് താലി എടുത്ത് കൊടുത്തിട്ടുള്ള ഒരു കല്യാണവും പാഴായി പോയിട്ടില്ല. അതൊരു ഐശ്വര്യം തന്നെ. ഞാനിത് ചെയ്യുന്നത് മനസ്സുകൊണ്ട് അനുഗ്രഹിച്ചു തന്നെയാ. ആ ഗുണം ഇവർക്കുണ്ടാവും. എങ്കിലിത് ഐശ്വര്യമായിട്ട് വാങ്ങിച്ചോളൂ.